ഇതുപോലെ ചക്കപ്രാന്തുള്ള മനുഷ്യരുണ്ടോ? പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചക്കപ്രാന്താണ് കേട്ടോ. ചക്കയെന്ന് കണ്ടാൽ മരത്തിലല്ല എവറസ്റ്റിൽ വേണമെങ്കിലും കയറും. അത്ര ഇഷ്ടമാണ് ചക്ക. എവിടെ കണ്ടാലും വാങ്ങുകയും ചെയ്യും. അങ്ങനെ വീട്ടിൽ നിന്ന് ഒത്തിരി വഴക്കം കേൾക്കാറുണ്ട്. കാരണം ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കപ്പയേക്കാളൊക്കെ ഏറെ എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെ ചക്ക ഏകദേശം മൂത്തു എന്ന് കണ്ടപ്പോൾ തന്നെ ചക്ക കഴിക്കാൻ കൊതി ഇങ്ങനെ മൂത്തു വന്നു. ചക്ക മൂത്തതുപോലെ തന്നെ എൻ്റെ ചക്ക കഴിക്കാനുള്ള കൊതിയും മൂത്തു. ഇന്ന് കഴിക്കാൻ ചക്കയും ഉണക്കമീൻ കറിയും കഴിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അമ്മ നല്ല ഉണക്കമീൻ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നല്ലൊരു ചക്ക എരിശ്ശേരി ഉണ്ടാക്കാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. പ്ലാവിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ പൈപ്പിൻ്റെ ഗോണി വെച്ച് വലിഞ്ഞു കയറി ഒരു ചക്ക അങ്ങ് എടുത്തു. നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മൂത്ത ചക്കയായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ആ ചക്ക എടുത്ത് വീട്ടിലേക്ക് പോന്നു. അച്ഛൻ ഒറ്റ തൂക്കിന് ചക്ക എടുത്ത് നമ്മൾ വീട്ടിൽ വന്ന് അത് മുറിച്ച് വൃത്തിയാക്കി. മുറിച്ചത് വൃത്തിയാക്കിയതൊക്കെ അമ്മയാണെങ്കിലും പിന്നെ ചക്ക എൻ്റേതായ തിരുവനന്തപുരം ശൈലിയിലും കൂടിയാണ് ഞാൻ ചക്ക എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കോട്ടയത്ത് ഉണക്കമീൻ കറി എന്ന് പറയുമെങ്കിലും നമ്മളെ തിരുവനന്തപുരത്ത് നമുക്ക് നല്ല കരുവാട് കറി എന്നാ പറയുക. പിന്നെ എനിക്ക് ഇങ്ങനെ കോട്ടയം ട്രിവാൻഡ്രം മിക്സപ്പായിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. പക്ക ഒരു കോട്ടയത്തിൽ ഉണ്ടാക്കിയില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ ലാസ്റ്റ് അത് തിരുവനന്തപുരം കറിയായി പോവും. അതെൻ്റെ കുറ്റമല്ലല്ലോ. നല്ല കാന്താരി മുളകൊക്കെ ചേർത്ത് അരച്ചാണ് കേട്ടോ എരിശ്ശേരി ഉണ്ടാക്കിയത്. അതുപോലെ ചക്ക ആഡ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ചക്കക്കുരു ഇട്ടു. അപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളിവിടെ ചക്ക എരിശ്ശേരി ഉണ്ടാക്കുന്നതിന് ചക്കക്കുരു ഇടില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചക്കക്കുരു ഇടാറുണ്ട്. അപ്പം തന്നെ മനസ്സിലായില്ലേ ഇത് അങ്ങ് തിരുവനന്തപുരത്തോട്ടാണ് പോകുന്നതെന്ന്. അങ്ങനെ ഇന്ന് ചക്ക എരിശ്ശേരി നല്ല കാന്താരി മുളകിൻ്റെ മണമൊക്കെ ഇങ്ങനെ ഇട്ട് കൂട്ടരച്ചിടുമ്പോഴത്തേക്കും പ്രത്യേക ഒരു മണമാണേ. അത് കുറച്ച് ലൂസായിട്ട് നമ്മൾ നോർമലി ചക്ക വയ്ക്കുന്ന സമയത്ത് ഞാൻ വെള്ളം അങ്ങനെ അധികം ഒഴിക്കാറില്ല. പക്ഷേ എരിശ്ശേരി കുറച്ച് ലൂസായിട്ടിരുന്നാലേ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് നല്ല തേങ്ങയൊക്കെ ചേർത്ത് അരച്ച്, അതുപോലെ തന്നെ കുറച്ച് തേങ്ങ നല്ലോണം കൂടുതൽ മൂപ്പിച്ചും ചേർത്തു. അപ്പോഴാണ് ആ എരിശ്ശേരിയുടെ അങ്ങ് മണവും ടേസ്റ്റും ഒക്കെ വരുന്നത്. ഇനിയാണ് അതിൻ്റെ പുറത്തേക്ക് അമ്മ ഉണ്ടാക്കിയ നല്ല രസികൻ ഉണക്കമീൻ കറി. ഇവിടെ ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് ഉണക്കമീൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഉണക്കമീൻ പൊരിക്കാറുണ്ട്, മീൻസ് വറുക്കാറുണ്ട്. പക്ഷേ ഉണക്കമീൻ കറി ഇതാദ്യമാണ്. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ ഉണക്കമീൻ കറിയും എൻ്റെ സ്പെഷ്യൽ ചക്ക എരിശ്ശേരി ആൻഡ് ട്രിവാൻഡ്രം കോട്ടയം മിക്സ്ഡ്. ദെൻ ഒരു ഉണക്കമീൻ വറുത്തതും കുറച്ച് ചോറും എടുത്ത് കുറച്ച് കോവയ്ക്ക മെഴുക്കുവരട്ടി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം സൂപ്പറായിരുന്നു കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ചക്ക എരിശ്ശേരിയുടെ റെസിപ്പി വേണമെങ്കിൽ പ്രത്യേകമായിട്ട് കമൻറ്റ് ചെയ്യണം. അവർക്ക് ഞാൻ ചക്ക എരിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. കൂടാതെ ബാക്കിയുള്ള ചക്ക എടുത്ത് അമ്മ കോട്ടയം സ്റ്റൈലിൽ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി കേട്ടോ. അതിൻ്റെ റെസിപ്പി വരുന്നുണ്ട്.